ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുക. നിങ്ങൾ ദുഃഖിക്കരുത്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ചില ദുഃഖം അനുഭവിക്കുന്നവരെ ഇന്ന് പരിശുദ്ധാത്മാവ് കാണുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ആ വിഷയത്തിൽ ഇനിയും നിങ്ങൾ ദുഃഖിക്കരുത്. അതിന്റെ കാരണം കേട്ടോ, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന് ബൈബിളിലുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സന്തതികളുടെ നഷ്ടം തന്നെ അതീവ ദുഃഖിതനാക്കി മാറ്റി. ഞാൻ ദുഃഖത്തോടെ എന്റെ ജീവിതം കഴിച്ചു കൂട്ടുമല്ലോ എന്നവൻ കരയുന്ന ഭാഗം ബൈബിളിലുണ്ട്. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ മറുപടി തന്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ച ബൈബിളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു രാജകീയ തേരിൽ തന്റെ മകൻ അയച്ച രാജകീയമായ മേലധികാരികൾ തന്നെ തേടി വരികയാണ്. എന്തിനാ? തന്നെ കൊണ്ടുപോകാനുള്ള രഥവുമായി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നും എക്കാലത്തും നീ ദുഃഖിച്ചിരിക്കരുത്. നിന്റെ ദുഃഖം ഉടനെ സന്തോഷമാകും. ആ മനുഷ്യനെ, ആ ദൈവമനുഷ്യനെ ആ തേരിൽ കയറ്റി കൊട്ടാരത്തിലേക്ക് പോകുന്ന യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു കാണും, ഇനിയും ദുഃഖിക്കണ്ട. എന്തു കാര്യത്തിന് ദുഃഖിച്ചോ ആ ദുഃഖം സന്തോഷമാക്കി തന്നത്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നിന്റെ ദുഃഖകാലം തീർന്നു പോകും, നിന്റെ ദുഃഖം സന്തോഷമാകും. കാരണം യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാണ്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. നിന്റെ ദുഃഖകാലം തീർന്നു പോകും, ഇനി നീ ദുഃഖിക്കണ്ട, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കലും മാറാത്ത ദുഃഖത്തിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തന്നു. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഹല്ലേലൂയ. യഹോവയിങ്കലെ സന്തോഷം ബലമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.